വർഷം 1945. രണ്ടാം ലോകമഹായുദ്ധം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയം. യൂറോപ്പിൽ യുദ്ധം അവസാനിച്ചിരുന്നെങ്കിലും ഏഷ്യൻ പസഫിക് മേഖലയിൽ ജപ്പാനും സഖ്യകക്ഷികളും തമ്മിലുള്ള പോരാട്ടം അതിരൂക്ഷമായി തുടരുകയായിരുന്നു. ജപ്പാൻ ഒരു കാരണവശാലും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ആയിരക്കണക്കിന് സൈനികരും സാധാരണക്കാരും ഓരോ ദിവസവും മരിച്ചു വീഴുന്നു. ഈ ഭീകരമായ യുദ്ധത്തിന് ഒരു അന്ത്യം കുറിക്കാൻ അമേരിക്ക ഒരു കഠിനമായ തീരുമാനമെടുത്തു. 1945 ഓഗസ്റ്റ് 6. സൂര്യൻ ഉദിച്ചുയരുന്ന ഒരു സാധാരണ ദിവസം. ഹിരോഷിമയിലെ ജനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഉണർന്നെണീക്കുകയായിരുന്നു. കുട്ടികൾ കളിക്കുന്നു, ആളുകൾ ജോലിക്ക് പോകുന്നു, കടകൾ തുറക്കുന്നു. ആരും അറിഞ്ഞില്ല അടുത്ത നിമിഷം അവരുടെ ജീവിതം എന്നേക്കുമായി മാറിമറിയാൻ പോകുകയാണെന്ന്. രാവിലെ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് അമേരിക്കൻ ബോംബർ വിമാനമായ എനോള ഗേ ഹിരോഷിമയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അതിലൊരു ബോംബുണ്ടായിരുന്നു. ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും മാരകമായ ആയുധം, അണുബോംബ്. ഭൂമിയിലേക്ക് പതിച്ച ആ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ ഹിരോഷിമ നഗരം ഒരു നിമിഷം കൊണ്ട് അഗ്നിഗോളമായി മാറി. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ കൂൺമേഘം മരണത്തിന്റെ ഭീകരരൂപം പോലെ നിന്നു. ലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ കെട്ടിടങ്ങൾ ഉരുകിത്തുടങ്ങി. ആളുകൾ പൊടിപടലങ്ങളായി മാറി. ജീവനോടെ ഉണ്ടായിരുന്നവർക്ക് പൊള്ളലേറ്റു. അവരുടെ ശരീരം വികൃതമായി. കരച്ചിലുകളും നിലവിളികളും കൊണ്ട് ഹിരോഷിമ നിറഞ്ഞു. അനേകം പേർക്ക് എന്തു സംഭവിച്ചുവെന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം മുൻപ് ചിരിച്ച മുഖങ്ങൾ, കളിച്ച കുട്ടികൾ എല്ലാം ഇല്ലാതായി. മനുഷ്യരാശി അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമായിരുന്നു അത്. ഹിരോഷിമ ഒരു പ്രേതനഗരമായി മാറി. എന്നാൽ ആ ദുരന്തം അവിടെ അവസാനിച്ചില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം 1945 ഓഗസ്റ്റ് 9 ജപ്പാനിലെ മറ്റൊരു നഗരമായ നാഗസാക്കിക്ക് മുകളിൽ ബോക്സ്കാർ എന്ന വിമാനം പറന്നുയർന്നു. അതിൽ ഫാറ്റ്മാൻ എന്ന് പേരിട്ട രണ്ടാമത്തെ അണുബോംബുണ്ടായിരുന്നു. രാവിലെ പകൽ 11 മണി കഴിഞ്ഞ് 2 മിനിറ്റിന് അത് നാഗസാക്കിയിൽ പതിച്ചു. ഹിരോഷിമയിൽ സംഭവിച്ചതിന്റെ ഭീകരമായ ആവർത്തനം. ആയിരക്കണക്കിന് മനുഷ്യജീവിതങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. നാഗസാക്കിയും അഗ്നിക്കിരയായി. ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 15 ജപ്പാൻ നിരുപാധികം കീഴടങ്ങി. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും മുറിപ്പാടുകൾ കാലത്തെ അതിജീവിച്ച് നിലനിന്നു. റേഡിയേഷന്റെ ദൂഷ്യഫലങ്ങൾ തലമുറകളോളം അവരെ വേട്ടയാടി. ജനിക്കുന്ന കുട്ടികളിൽ വൈകല്യങ്ങൾ കണ്ടു. ക്യാൻസർ പോലുള്ള മാരകരോഗങ്ങൾ അവരെ പിന്തുടർന്നു. എന്നാൽ ഈ ദുരന്തകഥയുടെ ഒരു മറുവശം കൂടിയുണ്ട്. അതിജീവനത്തിന്റെ കഥ. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ജനങ്ങൾ തകർന്നടിഞ്ഞ തങ്ങളുടെ നഗരങ്ങളെ പുനർനിർമ്മിച്ചു. അവർ ദുരിതങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. സമാധാനത്തിന്റെ പ്രതീകങ്ങളായി അവർ മാറി. ഈ 2 നഗരങ്ങളും ഇന്നും ലോകത്തിനൊരു പാഠമാണ്. ആണവായുധങ്ങളുടെ ഭീകരതയെക്കുറിച്ച്, യുദ്ധത്തിന്റെ ക്രൂരതയെക്കുറിച്ച്, സമാധാനത്തിന്റെ അനിവാര്യതയെക്കുറിച്ച്. എല്ലാ വർഷവും ഓഗസ്റ്റ് 6-നും 9-നും ലോകം ഈ ദുരന്തങ്ങളെ ഓർക്കുന്നു. ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു അണുബോംബ് വീഴരുത് എന്ന പ്രാർത്ഥനയോടെ.